അപ്പൊ നമുക്ക് നോക്കാല്ലേ? അടി ഒരിഞ്ഞടി സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. ഒരു വക്കീൽ എന്ന നിലയ്ക്ക് ഒരു നിയമപരമായ കാര്യം ചോദിച്ചോട്ടെ. പോലീസിന്റെ പക്കലുള്ള CDR ചോർത്തുന്നത് നിയമവിരുദ്ധമാണോ ശ്രീ കെ സരൺകുമാർ? കടുവയെ പിടിച്ച് കിടുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ നേരിൽ കണ്ടു. അറിയാവുന്ന തമിഴ് വെച്ച് കാച്ചിക്കോ. പോലീസിന്റെ ഭാഗത്ത് CDR ആരും ചോർത്തിയിട്ടൊന്നുമില്ല. ഇത് പിന്നെ എവിടുന്നാണ് താങ്കൾക്ക് CDR കിട്ടിയത്? സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമികത ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ. താങ്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി മോട്ടിച്ചോ കോടതിയിൽ കയറി മോട്ടിച്ചോ? എന്താടാ പുച്ഛിച്ചൊരു ചിരി? ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ശ്രീ കെ സരൺകുമാർ? അല്ല, അതൊക്കെ താങ്കളുടെ പണിയാണ്. എന്തോ എങ്ങനെ കൂടുതൽ വലിപ്പിക്കലടാ മോനെ. താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് ഒറ്റ വാക്ക് പറ. പരമദ്രോഹി എന്നെ അല്ലല്ല എവനെ വിളിച്ച ഇതാ അസുഖം. മാന്യന്മാരെ കയറി തെറി വിളിക്കുക. നിങ്ങൾ എത്ര ഭയപ്പെടുന്നത്? കോടതിയിൽ നിന്ന് കിട്ടിയോ? ആർക്ക് പേടിയെന്ന്? ഞാൻ ആർക്ക് പേടി? ആ രേഖകൾ പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ്. അല്ല സാർ, അല്ല സാർ, വേല എന്നോട് കാണിക്കരുത്. അത് പ്രതിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു കക്ഷിയോ അല്ലാത്ത പുറത്തേക്ക് താങ്കൾക്ക് കിട്ടുന്നത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. 10 ഫോൺ കോൾ വെച്ചിട്ട് മൂക്കി കയറ്റുമെന്നാണോ അരുണിന്റെ വിരട്ടൽ? CPM-ന്റെ വിരട്ടൽ, സർക്കാരിന്റെ വിരട്ടൽ? പോയി പണി നോക്കാലോണേ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ? ഇന്നത്തോളം മതി, ഇവിടുത്തെ പൊറുതി മതി, താമസം മതി. പിടിച്ചോ, പിടിച്ചോ. എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ടടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നാം ഘട്ടമാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു. അരുൺകുമാർ അപേക്ഷ കൊടുത്തിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു. അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.